വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ? ബ്രൊക്കോളി കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പൊതുവെ എല്ലാവർക്കും ബ്രൊക്കോളിയുടെ അധികം അങ്ങനെ താല്പര്യം ഉണ്ടാവാറില്ല. കാരണം വേറൊന്നുമല്ല, അതിന്റെ ആ ടേസ്റ്റും ആ സ്മെല്ലും ഒക്കെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അവർക്കും കൂടെ കഴിക്കാൻ പാകത്തിന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബ്രൊക്കോളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കോളിഫ്ലവർ ഒക്കെ കട്ട് ചെയ്യത്തില്ലേ, അതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. ദാ ഇതുപോലെ. ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളമില്ലേ, അങ്ങനെ വേണമെങ്കിൽ ഇടാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചു നേരം വെള്ളത്തിലേക്ക് ഇട്ട് 2-3 വട്ടം കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ കുറച്ചു നേരം വെള്ളമൊക്കെ പോകാനായിട്ട് കുറച്ചു നേരം വെക്കണം. ക്യാബേജ് ഒക്കെ തോരൻ വെക്കുന്ന ആ സെയിം രീതിയിൽ തന്നെയാണ് ഞാനിത് തോരൻ വെക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഇതിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടി എടുത്തു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം സവോളയുമാണ് എടുത്തേക്കുന്നത്. ഈ ക്യാരറ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രൊക്കോളിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ മുമ്പിട്ട് നിൽക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബ്രൊക്കോളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വളരെ കട്ടി കുറച്ച് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് തണ്ടൊക്കെ വലുതാണെന്നുണ്ടെങ്കിൽ അതൊരു ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് വളരെ ഹെൽത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് ചെറുതായിട്ട് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ ഒരുപാട് അങ്ങനെ എണ്ണ കൂടി പോകണ്ട. ചെറുതായിട്ട് എണ്ണയിൽ ഇട്ടിട്ട് ബ്രൊക്കോളിയും പിന്നെ നമ്മുടെ മഷ്റൂം ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും ഇത് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ടേസ്റ്റ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുരിങ്ങയുടെ പൂവൊക്കെ തോരൻ വെക്കത്തില്ലേ, ആ ഒരു സെയിം ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ അങ്ങനെ നമ്മൾ ബ്രൊക്കോളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടെ അരിഞ്ഞു കൊടുക്കാവുന്നുള്ളൂ. നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു സവോള, അതും വളരെ ചെറുതായിട്ട് വേണം, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് വേറൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് ഇതിന് നമുക്ക് ഒരു ടേസ്റ്റ്, ആ ബ്രൊക്കോളിയുടെ ടേസ്റ്റ് ഒന്നും മുമ്പിട്ട് വരാത്തത്. ഈ നമ്മൾ ക്യാരറ്റും പിന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റ് നമുക്ക് ഇതിലേക്ക് കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചിയും കൂടെ ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്യാബേജ് തോരൻ വെക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പം ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തോരൻ വെക്കുന്ന സമയത്ത്, ക്യാബേജും ബ്രൊക്കോളിയൊക്കെ തോരൻ വെക്കുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് അരിഞ്ഞു കൊടുത്ത് നോക്കൂ. ഇനി നമുക്ക് ക്യാരറ്റും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഞാൻ ക്യാരറ്റ് ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിത് കൊത്തി അരിഞ്ഞ് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ബ്രൊക്കോളി ഇവിടെ ചെറുതായതുകൊണ്ടാണ് ഞാനിവിടെ പകുതി ക്യാരറ്റ് മാത്രം എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾ എടുക്കുന്ന വലിയ ബ്രൊക്കോളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ക്യാരറ്റ് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി നമുക്കിത് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഈ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ടിട്ട് ചെറുതായിട്ട് കൊത്തിയെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. മിക്സിയുടെ ജാറിലിട്ട് അരക്കരുത്, ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്തെടുക്കത്തില്ലേ, ക്രഷ് ചെയ്തെടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ എടുത്താൽ മതി. വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. നമ്മൾ ബ്രൊക്കോളി വളരെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ ക്യാരറ്റും അതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഈ ഒരു പരുവത്തിൽ വേണം ഇത് ഇരിക്കാനായിട്ട്. ഇനി നമ്മളിത് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രൊക്കോളിയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് കൂടെ ഇട്ട് കൊടുക്കണം. ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂൺ അല്ല. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ക്യാബേജൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ്. ഇത് മിക്സ് ചെയ്തിട്ട് ഒരുപാട് നേരം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് തോരൻ വെക്കാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തോരൻ വെക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചൂടായ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി കറിവേപ്പില ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇനി ഇടേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ബ്രൊക്കോളി എല്ലാം കൂടി ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം.
എന്നിട്ട് ഇതൊന്ന് തട്ടിപ്പൊത്തി നന്നായിട്ടൊന്ന് മൂടി വെക്കണം. തട്ടിപ്പൊത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് സൈഡ് വശമെല്ലാം ഇങ്ങനെ ഒരു കൂന കൂട്ടി വെക്കില്ലേ? അതേപോലെ തന്നെ നമ്മൾ ഇതുപോലൊന്ന് കൂട്ടി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ദാ ഇപ്പം നമ്മൾ ഇതിവിടെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബ്രൊക്കോളിയൊക്കെ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ദാ ഇപ്പം നമ്മുടെ ബ്രൊക്കോളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രൊക്കോളിയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.